വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. കോൾ ഓപ്ഷനിൽ എന്ത് പവറാണ് വന്നത്? യെസ്, കോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് നിഫ്റ്റിയിൽ കാണാത്ത ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദർ ഈസ് ഓൾ പോസിബിലിറ്റി ടു ഗോ ടിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ. അതിപ്പോൾ ഓൾറെഡി ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മാർക്കറ്റ് വിക്സ് ഹൈ ആയതുകൊണ്ടാണ് ഓപ്ഷന്റെ പ്രീമിയം ഒക്കെ വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, 589 എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, സോ പറഞ്ഞു വന്നത് മാർക്കറ്റ്. അപ്പോൾ ഇന്നലത്തെ നിഫ്റ്റി അനാലിസിസിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലെവലാണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലെ ചാർട്ടിൽ നമുക്ക് പ്രത്യേകിച്ചൊരു ബ്രേക്ക് ഔട്ട് കാണാറില്ല, അല്ലെങ്കിൽ ക്ലിയർ എവിഡൻസ് ഇല്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യത്തിൽ ബിഗ് പ്ലേയേഴ്സ് വിൽ ലീവ് ദെയർ ഫുട് പ്രിന്റ് ഇൻ ഓപ്ഷൻ ചാർട്ട്സ്. സോ ആ ഒരു തരത്തിലാണ് നമ്മൾ ഓപ്ഷൻ ചാർട്ടിൽ പോയിട്ട് നോക്കിയത്. 22,800 എന്ന് പറയുന്ന സ്ട്രൈക്ക് വളരെ ട്രെൻഡിങ് ആൻഡ് OI ഒക്കെ ഉള്ള സ്ട്രൈക്ക് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ട്രൈക്കിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു ബയേഴ്സ് ഇൻട്രസ്റ്റ് ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ടോട് കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു 132 അല്ലെങ്കിൽ 129 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ. സോ അത് നേരത്തെ അടുത്തൊരു ഫെയർ വാല്യൂയിലേക്ക് വരെ പോയി ആ ഒരു പ്രോഫിറ്റ് അവർ ഓൾറെഡി കുറച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബയേഴ്സ് പവർ തന്നെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അടുത്തൊരു ഫെയർ വാല്യൂ വരെ 558 എന്നൊക്കെ പറഞ്ഞിട്ട് 550 എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഫെയർ വാല്യൂയിലേക്ക് മാർക്കറ്റ് വരും എന്ന് പറഞ്ഞത്. സോ എക്സാക്ട്ലി അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം അവിടെ മുതൽ ഈ ഒരു ഏരിയയിലേക്കുള്ള 130% 22,800 ഗ്യാപ്പ് അപ്പോട് കൂടി കവർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള പോലെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ബിഗ് പ്ലേയേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി നോക്കുക. ബിഗ് പ്ലേയേഴ്സ് എങ്ങനെയാണ് ഓപ്ഷൻസിൽ പൊസിഷൻസ് എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആരാണ് മണ്ടന്മാരാവുന്നത്, ആരാണ് എന്താ പറയുക പൈസ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്കറിയാം മാർക്കറ്റ് വളരെയധികം വോളറ്റൈൽ ആയിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ഓപ്ഷൻ ബൈ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈവൻ കോൾ ഓപ്ഷൻ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും കുറച്ച് ലോസ് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, ഔട്ട് ഓഫ് ദ മണിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, IV ക്രാഷ് ആവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ IV ക്രാഷ് ആവേണ്ടത് അവരുടെ ഒരു ആവശ്യം കൂടിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇവരെങ്ങനെയായാലും ഇറങ്ങുമ്പോൾ പൂച്ചയുടെ കാര്യം പറഞ്ഞ പോലെയാണ്, 4 കാലിലെ വീടുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രോഫിറ്റിലാണ് അവർ വീഴാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് ഇവർ സീറോ ലോസ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നതെന്നുള്ളത്. സോ ഇവിടുന്ന് നമ്മളൊരു ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് ഈ ഒരു ഫെയർ വാല്യൂവിൽ ബയേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ബയേഴ്സ് ഈ ഒരു ഫെയർ വാല്യൂവിനെ ടേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് സോൺ, ഇവിടെ നല്ല രീതിയിലൊരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ട് എന്നുള്ളത്. സോ 133 അല്ലെങ്കിൽ 130 എന്ന് പറയുന്ന ഒരു റേഞ്ച് ബൈയിങ്ങിന് വേണ്ടിയിട്ട് 22,800 അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നോക്കാം ഇവർ പിന്നീട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ട്രൈക്ക് 22,800 അടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് 22,900 ആണ്. അവിടെയും ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയയിൽ വരുമ്പം അവരെന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ തന്നെ സെല് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഒരേ സ്ട്രൈക്കിൽ അവർ എൻട്രി എടുക്കാതെ ഒരു സ്ട്രൈക്കിൽ ആദ്യം എന്താ പറയുക ബൈ പൊസിഷൻ എടുക്കും, പിന്നീട് സെക്കൻഡ് പൊസിഷൻ സെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരും. അതൊരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി തന്നെ ആയിരിക്കും, അങ്ങോട്ട് എങ്ങനെയാലും മാർക്കറ്റ് വരും. അപ്പോൾ 22,900 കേസിൽ നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഒരു ബൈ പ്രഷർ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ അതിനുശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് അടുത്തൊരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളത്. 387% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്കൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് 471 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ. സോ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ദെന്നിലുള്ള ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ദെന്നിൽ അക്കൗണ്ട് ഇല്ലാത്തവർ നല്ല രീതിയിൽ ട്രേഡേഴ്സിന് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ദെന്ന്. ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ വിൽ ഹെൽപ്പ് യു ടു ഓപ്പൺ ദ അക്കൗണ്ട് ഇൻ ദെൻ. ട്രേഡേഴ്സിനും ഓപ്ഷൻ ട്രേഡേഴ്സിനും ഹൈലി റെക്കമെൻഡഡ് പ്ലാറ്റ്ഫോമാണ്. എനിക്കത് അവർ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒന്നും തന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ജസ്റ്റ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സ്ട്രാറ്റജി, അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡറിൽ പോയിട്ട് ഞാൻ അതേ സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 17 ഏപ്രിൽ 2025 എന്ന് പറയുമ്പോൾ 22,800 കോൾ ഓപ്ഷൻ നമ്മൾ ഈ പറയുന്ന ഫെയർ വാല്യൂവിൽ നിന്ന് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കും. 133 എന്ന് പറയുന്ന റേഞ്ചാണ്. ഓക്കെ, നമ്മളിവിടെ അതിൻ്റെ പ്രൈസ് 133 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 22,900 അതേ സ്ട്രൈക്കിൽ തന്നെ വിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അടുത്ത സ്ട്രൈക്കിൽ അതേ ഫെയർ വാല്യൂവിൽ വെച്ചിട്ട്,
അതായത് മേലെ കയറുമല്ലോ. അപ്പോൾ 22,800 കയറുകയാണെങ്കിൽ 22,900 എങ്ങനെയായാലും അത്രയും തന്നെ കയറാൻ സാധ്യതയുണ്ട്, നമുക്കറിയാം അത്രയും പെർസെൻറ്റേജ്. സോ ദേ വിൽ ഡു വാട്ട്, ദേ വിൽ സെൽ ഒന്നോ രണ്ടോ ലോട്ട് ഇവിടെ. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ബൈ പൊസിഷൻ എടുക്കുന്നതുകൊണ്ട് അവർക്ക് ചെറിയ ക്യാപിറ്റൽ മാത്രം മതി. ഓപ്ഷൻ സെല്ലേഴ്സിന് വേണ്ട അത്ര 10 ലക്ഷമോ 20 ലക്ഷമോ ഒന്നും വേണ്ട. ഓപ്ഷൻ സെല്ലേഴ്സ് ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കുന്നത് 1-2% ഒക്കെയാണ് റിട്ടേൺ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ ബ്രില്യൻ പ്ലേ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, അടുത്ത വളരെ വിക്സ് ഒക്കെ ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വളട്ടൈൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നടക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഇവർ ഈ പ്ലേ ചെയ്യാറുള്ളത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, 2 സൈഡിലും അവർ പൊസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 സൈഡിലേക്കും പോകുമ്പോൾ പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിലാണ് അവർ പൊസിഷൻസ് എടുക്കുക. നാളെയും അങ്ങനെ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അടുത്ത ഫെയർ വാല്യൂയിലേക്ക് 22,900 പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 470 ആണ്. 470 അവർ കുറേ ലോട്ടുകൾ സെൽ ചെയ്തു. ഞാൻ ആ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലോട്ട് വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. 22,800ൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തു, എക്സ്പയറി 17-ാം തീയതി. 22,900ൻ്റെ കോൾ ഓപ്ഷൻ സെൽ ചെയ്തു, എക്സ്പയറി 17-ാം തീയതി. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 470. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം അവർക്ക് സെൽ ചെയ്താൽ മതി. ഓക്കെ, കാരണം അങ്ങനെയാണ് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കണക്ക് എന്ന് പറയുന്നത്. അവർക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നോക്കൂ. ഒറ്റ ലോട്ടിൻ്റെ കേസായിട്ട് ഞാൻ ഈ പറയുന്നത്. ലോട്ട് സൈസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒറ്റ ലോട്ടിൽ അവർക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന 1,62,927 രൂപ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ആദ്യം ബൈ ഓപ്ഷൻ എടുത്തത് കൊണ്ട് അവർക്ക് വരുന്ന മാർജിൻ എന്ന് പറയുന്നത് വെറും 47,000 രൂപയാണ്. 45,000 രൂപ ക്യാപിറ്റലാണ് അവർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. ബ്രില്യൻ പ്ലാൻ ഉണ്ടോ നോക്കണം. നമ്മൾ റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളെ മണ്ടന്മാരാക്കിയിട്ട് ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ചെയ്യബിളാണ് ഈ സംഭവം. അത് നമ്മൾ പോകെ പോകെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ലെസൺസ് കൊടുക്കുന്നതാണ്, എങ്ങനെ ചെയ്യാം. ലിക്വിഡിറ്റിയാണ് ഇതിൻ്റെ മെയിൻ. ലിക്വിഡിറ്റിയും ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയാണ് ഇതിൻ്റെ മെയിൻ. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ടൂൾ ഇത്തരം സ്ട്രാറ്റജികൾക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ഓവറോൾ മാർജിൻ വന്നിട്ടുള്ളത് 45,000 രൂപയാണ്. 45,000 രൂപയ്ക്ക് ഇനിയാണ് നിങ്ങൾ ഞെട്ടേണ്ടത്. ഓക്കെ, പേ ഓഫ് സിമുലേഷൻ നോക്കുക. മാക്സിമം പ്രോഫിറ്റ് അവർക്ക് വരുന്നത് 32,700 രൂപയാണ്. 72%. ഓപ്ഷൻ സെല്ലേഴ്സിന് പോലും ഇല്ലാത്ത ആ ഒരു പെർസെൻറ്റേജ് ആണ്. ഓപ്ഷൻ ബയേഴ്സിന് ഉണ്ടാവാം, പക്ഷേ ഇത്തരം മാർക്കറ്റിൽ തീറ്റാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സിനുള്ള പ്രോഫിറ്റും പോയി പോകാനാണ് സാധ്യതയുള്ളത്. പക്ഷേ ഇവർ ചെയ്യുന്നത് ലോസ് കവറിംഗ് ആണ്, അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് പൊസിഷൻ. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ വണ്ടർഫുൾ എക്സാമ്പിൾ. 72% ആണ് അവരുടെ റിട്ടേൺ. ലോസ് ഒന്ന് നോക്കൂ നിങ്ങൾ, 0% ആണ് ലോസ്. ആ സ്ട്രാറ്റജി ഒന്ന് നോക്കൂ, എന്താണ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി. 22,800 ഫെയർ വാല്യൂവിൽ വന്നിട്ട് അവർ ചെറിയ പൈസയ്ക്ക് ഓപ്ഷൻ എടുക്കുന്നു. അതേ കോൾ ഓപ്ഷൻ തന്നെ അവരെന്ത് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത സ്ട്രൈക്കിൽ പോയിട്ട് കൂടുന്ന സമയത്ത് വേറെ സ്ട്രൈക്കിൽ പോയിട്ട് സെല് ചെയ്യുന്നു. ഇതാ ഇവിടെ എനിക്കിതൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രൂഫ് ഇവിടെ ഉണ്ട്, ലിക്വിഡിറ്റിയുടെ പ്രൂഫ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു സെല്ലിങ് രാവിലെ തന്നെ നടത്തി. 22,800 ബൈയിങ് ഇവിടെ കണ്ടു. നല്ല രീതിയിൽ 1.44 മില്യൻ്റെ സെല്ലേഴ്സിനെ അവർ കോൺക്വർ ചെയ്തിട്ട് ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടാക്കി. ആൻഡ് നൗ യു ക്യാൻ ടെസ്റ്റ് ദിസ് എന്താ പറയുക, പേ ഓഫ് ഗ്രാഫ്. ഓക്കെ, മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോയിക്കോട്ടെ. ഇപ്പോൾ ഈ ക്രാഷായി 5% ക്രാഷായി 21,000 വീണു, 10% ക്രാഷായി 20,000 വീണു. ദേ ആർ ഇൻ എ പ്രോഫിറ്റ് ഓഫ് 25,000 റുപ്പീസ്. 45,000 ക്യാപിറ്റലിന് അവർക്ക് വരുന്ന പ്രോഫിറ്റ് 25 ആണ്. എങ്ങോട്ട് പോയിക്കോട്ടെ മാർക്കറ്റ് വീണ് കുത്തനെ പോയി 10,000 വീണാലും അവർ പ്രോഫിറ്റാണ്. ഇനി മാർക്കറ്റ് കുത്തനെ മേലേക്ക് പോയാലോ അവർക്ക് ഓക്കെയാണ്. അവർക്ക് മാക്സിമം പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്, 32,000 രൂപ. ഒരു നഷ്ടമില്ല. 45,000ൻ്റെ 75% അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് നഷ്ടമില്ല. ഓക്കെ, സോ അതാണ് ആ ഒരു വണ്ടർഫുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇവർ എടുക്കുന്ന സ്ട്രാറ്റജിയാണ്. ഞാൻ പലപ്പോഴും ഇത് ഇങ്ങനെ നോക്കാറുണ്ട്, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി വെച്ചിട്ട് നോക്കാറുണ്ട്. അത് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് മുഖാന്തരം നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇത്തരം പൊസിഷൻസ് എടുത്ത് നോക്കണം. ഈ ഒരു തരത്തിൽ ഇവരുടെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിലാണ്. നമ്മൾ വിചാരിക്കും അവരൊക്കെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങിയതുകൊണ്ട് വേറൊരു കോൾ ഓപ്ഷൻ സെല് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ മാർക്കറ്റ് അവർ ബുള്ളിഷ് തന്നെയാണ്. മാർക്കറ്റിൽ അവർ ബുള്ളിഷ് തന്നെ ആയിരിക്കും. കാരണം അടുത്തൊരു പോയിന്റ് 23,500 പോയാലും അവർക്ക് കുറച്ച് പ്രോഫിറ്റ് കൂടുതലാണ് താഴെ പോകുന്നതിനേക്കാൾ. സോ ബുള്ളിഷ് വ്യൂവിൽ തന്നെ നിർത്തിയിട്ട് അവർ ഇതേ സംഭവം ബിയറിഷ് വ്യൂവിലും നടക്കുന്നതാണ് കേട്ടോ. പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചിട്ട് പുട്ട് ഓപ്ഷൻ സെല്ലും ചെയ്യുക അവർ. ആ തരത്തിൽ ബിയറിഷ് വ്യൂ അവർക്കുണ്ടെങ്കിലും പിന്നീട് മാർക്കറ്റ് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ നല്ല വൊളാറ്റിലിറ്റി ഉള്ള സമയത്ത് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഒറ്റ ലോട്ടിന് 45,000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റ ലോട്ടിന് 35,000 പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്.
ഇനി നമുക്ക് നോക്കാം അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോടികളാണ് ഉണ്ടാവുക. ഇഫ് ദേ ടേക്ക് 50 ലോട്ട് 22 ലക്ഷമാണ് അവരുടെ ക്യാപിറ്റൽ ഉണ്ടാവുക. ഓക്കെ, ദേ ആർ ഇൻ 50% പ്രോഫിറ്റ്. ഓക്കെ, 22 ലക്ഷം ക്യാപിറ്റലിൽ ഏകദേശം അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16 ലാക്കാണ്. മാർക്കറ്റ് മേലേക്ക് പോവുകയാണെങ്കിൽ, മാർക്കറ്റ് ഇനി ക്രാഷായി എവിടെ പോയി കഴിഞ്ഞാലും മിനിമം അവർക്കുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 12,89,000 ആണ്. ബ്രില്യൻ പ്ലേ എന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് വെറുതെ എക്സാമ്പിൾ ഇട്ട് കാണിക്കല്ല, ദർ ഈസ് പ്രൂഫ്. ദേ ഹാവ് ടേക്കൺ പൊസിഷൻസ് ഹിയർ. ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയിൽ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് സെല്ലിങ്ങും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ദിവസം മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഈ സ്ട്രൈക്കിൽ തന്നെ മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇനി മേലെയും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. സോ ഇവിടെ ഈ ഒരു ഫൈറ്റിൽ ആര് വിൻ ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനിയിപ്പോൾ താഴേക്ക് ഇവർ വിൻ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ലിക്വിഡിറ്റി കിടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. നോർമൽ ലിക്വിഡിറ്റി ആയിട്ട് 299 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിയിലൊരു 500 പോയിന്റിന്റെ ഡിക്ലൈൻ നിഫ്റ്റിയിൽ സംഭവിക്കണം, അതങ്ങനെ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ. ഇനി ഇൻ കേസ് ഈ ഒരു ഏരിയ ആണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും, ഇവിടുത്തെ സെല്ലേഴ്സ് ആണ് കോൺക്യൂർ ചെയ്യപ്പെടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതേ 500 പോയിന്റ് മേലേക്കും അവർക്ക് കിട്ടും. അതായത് 203 രൂപ എന്ന് പറയുന്ന പ്രോഫിറ്റ് അവർക്ക് അങ്ങോട്ടേക്കും കിട്ടും. 2.618 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്കും അതിൻ്റെ ആ ഒരു സ്ട്രൈക്കിൻ്റെ വാല്യൂ പോകും എന്നുള്ള പോലെ. സോ അത്തരത്തിലാണ് അവർ പൊസിഷൻസ് എടുത്ത് വെക്കുക. അത് നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. വി ആർ ഗോയിങ് ടു നിഫ്റ്റി മെയിൻ ചാർട്ട്. സോ നിഫ്റ്റിയുടെ മെയിൻ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സി നിഫ്റ്റിയുടെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1.618 ആണെങ്കിൽ ഏകദേശം 600 പോയിന്റ്. ഓക്കെ, 1.618 എന്ന് പറയുമ്പോൾ 24,000-ലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ്, 600 പോയിന്റ്. ഇനി അതല്ല, ഗ്ലോബൽ ക്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നിഫ്റ്റി നാളെ മൂവ് ചെയ്യുക. അപ്പോൾ ഇനി അതല്ല, ഇവിടെ ബയേഴ്സ് ഫെയിൽ ചെയ്തിട്ട് ഗ്ലോബൽ ക്യൂസ് നാളെ SPXO അല്ലെങ്കിൽ നിക്കോ ഒന്ന് താഴെ പോയി കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പും ഫില്ല് ചെയ്യും. എന്നിട്ട് 0.76ലേക്ക് ഒരു 400-500 പോയിന്റ് അവരെന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യും ചെയ്യും. സോ അതിനനുസരിച്ച് ഇവിടുന്നും അവർ ഒരേ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് നാളെ മേലേക്ക് പോയി കഴിഞ്ഞാലും താഴേക്ക് പോയി കഴിഞ്ഞാലും ദേ വിൽ ബി ഇൻ പ്രോഫിറ്റ്. അതിൻ്റെ അർത്ഥം അവർ ഈ പൊസിഷനിലാണ് ഉള്ളത്. ഓക്കെ, അവരിനി മാർക്കറ്റ് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല. സോ ഇനി കൺസോൾട്ടേറ്റ് ചെയ്താലും അവർക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു മൂവ്മെൻറ്റ് രണ്ട് സൈഡിലേക്കും ഉണ്ടായാലും അവർക്കൊരു വിഷയമില്ലാത്തതുകൊണ്ട് അവർ പുതിയ പൊസിഷൻസിലൊന്നും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് മേലെ പോവുകയാണെങ്കിൽ അവർക്ക് അഡ്വാൻറ്റേജ്, താഴെ പോയി കഴിഞ്ഞാലും അഡ്വാൻറ്റേജ്. സോ ദേ ആർ വെയിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദ പ്ലേ. ഓക്കെ, സോ നമ്മൾ പോയിട്ട് ഇനി OTMലോ ഒന്നും പോയിട്ട് ഓപ്ഷൻസ് എടുക്കാതെ നോക്കുക അടുത്ത ഈ ഒരു എക്സ്പയറിയിലേക്ക്. കാരണം ദേ ആർ സേഫ്, നമ്മൾ സേഫ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് തന്നെയാണ്. ബുള്ളിഷ് ഫോർമേഷനിലാണ് ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അല്ല, ബുള്ളിഷ് അല്ല, അതൊരു ഇൻഡിസിഷൻ ഫേസിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, താഴേക്കാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പം മേലേക്കാണ് ഈ ഒരു ഫെയർ വാല്യൂ മേലേക്ക് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവും. ഇനി അതല്ല, ഓപ്പൺ ചെയ്യുന്ന സമയത്തിന് ഈ ഒരു ഫെയർ വാല്യൂവിന് താഴത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ 500 പോയിന്റ് കറക്ഷൻ ടുമോറോ ഓർ ഡേ ആഫ്റ്റർ ടുമോറോ, അല്ലെങ്കിൽ അടുത്ത എക്സ്പയറിൻ്റെ മുമ്പായിട്ട്. പക്ഷെ അത് നമ്മൾ കളിക്കേണ്ട കാര്യമില്ല, നമുക്കതിൽ പ്രോഫിറ്റബിൾ ആവാൻ സാധ്യത കുറവാണ്. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ പ്രോഫിറ്റ്. ഉണ്ടല്ലേ, നല്ല പ്രോഫിറ്റിലാണ് അവരുള്ളത്. അവർക്ക് മാർക്കറ്റ് എവിടെ പോയി കഴിഞ്ഞാലും ഇനി ഒരു ചുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ് ഉണ്ട്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നൈസ് ട്രേഡിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഓക്കെ, കൂടുതൽ ആൾക്കാരിലേക്ക് ചാനലിനെ എത്തിക്കാൻ വേണ്ടി നോക്കുക. വി ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് വണ്ടർഫുൾ റിസർച്ച് ലൈക്ക് ദിസ് ആൻഡ് യു വിൽ ഗെറ്റ് ബെനിഫിറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.